முன்னாடி வந்தப்ப ரோடு எப்படி இருந்தது, இப்ப எப்படி இருக்கு? ஒரு 8 வருஷத்துக்கு முன்னாடி வந்து அப்ப ரோடு சிங்கிள் ரோடு மாதிரி இருந்துச்சு. ரொம்ப ரோடெல்லாம் கொஞ்சம் கஷ்டமா போகும். இப்ப 4 ஹவர் போறது வந்து அப்ப 8 ஹவர் போற மாதிரி 10 ஹவர் போற மாதிரி போவோம். இப்ப ரோடு வந்து நல்லா பக்காவா இருக்குது. இப்படியே கூட போயிடலாம். அந்த அளவுக்கு ரோடு பக்காவது இறங்கினா என்ஹெச்சில் கண்ணமணி வண்டி வண்டி மாதிரி அறியமா போகுது. வண்டி பிரச்சனை வெளிநாட்டுல இருக்கிற மாதிரி ரோடு அறியமா இருக்குது. இப்போ വെളിനാട്ട് മാറി വെളിനാട്ട് മാറി. സുഹൃത്തുക്കളെ നമസ്കാരം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് മലപ്പുറം ജില്ലയിലെ രണ്ടാമത്തെ റീച്ചിലെ കുറഞ്ഞ പണി നടക്കാനിരിക്കുന്ന ഭാഗത്തെ കാഴ്ചകളാണ്. കുറ്റിപ്പുറം ഭാഗത്തെ കാഴ്ചകൾ. കുറ്റിപ്പുറം ROBയിൽ ബോസ്റ്റിംഗ് എടുത്തു വെക്കുന്ന പണികളാണ് ഇനി ബാക്കി. ഇന്ത്യയിൽ തന്നെ 800 ടൺ ഭാരമുള്ള, ഇന്ത്യയിൽ ആദ്യമായിട്ട് ഹൈഡ്രോളിക് ജാക്ക് ഉപയോഗിച്ച് ഇത്രയും വലിയൊരു ബോസ്റ്റിംഗ് എടുത്തു വെക്കുന്നത് ആദ്യമായിട്ടാണ്. പക്ഷെ നമ്മൾ ആ ഒരു ഒരൊറ്റ ദിവസം കൊണ്ട് ഇതിൻ്റെ പണികളൊക്കെ തീരുമെന്ന് കരുതിയിരുന്നു. അതായത് ആ ഒരു ജാക്ക് ഉപയോഗിച്ച് നീക്കി വെക്കുന്നു കേട്ടോ. പക്ഷേ വീൽ ജാം ആയതുകൊണ്ടും പിന്നെ അതിന് മുമ്പ് റെഡ് അലർട്ട് ആയതുകൊണ്ടൊക്കെ അന്ന് പണി നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു കുറ്റിപ്പുറം ഭാഗത്ത് ഇനി ഈ ഒരു പണികൾ മാത്രമാണ് ബാക്കിയുള്ളത്. 2 സൈഡിലും അപ്രോച്ച് റോഡിൻ്റെ പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിലവിലുള്ള കുറ്റിപ്പുറം ROB ആദ്യത്തെ 2 വരി അതങ്ങനെ നിലനിർത്തിക്കൊണ്ട് തന്നെയാണ് പുതിയ പാത കടന്നു പോകുന്നത്. 3+2 5 വരിയിലായിരിക്കും ഇവിടെ ട്രാഫിക് കിട്ടോ. റെയിൽവേ 2 തവണ പെർമിഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. 2 തവണയും ഫെയിലായി. 2 അറ്റംപ്റ്റും ഫെയിലാണ്. അപ്പോൾ ഇനി 3ാമത് പെർമിഷൻ കിട്ടാൻ കുറച്ച് കാത്തിരിക്കേണ്ടി വരും. എല്ലാ തടസ്സങ്ങളും മാറിയതിനു ശേഷം, റെയിൽവേക്ക് ഉറപ്പ് കിട്ടിയതിനു ശേഷം മാത്രമേ റെയിൽവേ അപ്രൂവൽ കൊടുക്കുള്ളൂ. ഇന്ത്യൻ റെയിൽവേയുടെ കാര്യത്തിൽ കുറച്ചൊരു ഇതുണ്ട്. സാധാ മറ്റുള്ള മേഖല പോലെയല്ല. ട്രാഫിക്കും അതേപോലെ സുരക്ഷാ മുൻകരുതലൊക്കെ പാലിച്ചതിന് ശേഷം കറക്റ്റായിട്ടുള്ള ഒരു ഇതുണ്ടെങ്കിൽ മാത്രമേ ഇനി റെയിൽവേ അപ്രൂവൽ കൊടുക്കുള്ളൂ. അപ്പോൾ എന്തായാലും കമ്പനിയും നമ്മളും എല്ലാം കാത്തിരിക്കുകയാണ് ഈ ഒരു ബോസ്റ്റിംഗ് അതിന് മുകളിൽ എടുത്തു വെക്കുന്നത് കാണാനായിട്ട്. ഇവിടെ കണ്ടങ്ങളെ ഈ ഒരു ഭാഗത്ത് മാത്രമായിരുന്നു കുറച്ച് പണികൾ ബാക്കിയുണ്ടായിരുന്നു. ഏകദേശം ഒരു 250 മീറ്ററിൽ ആ ഒരു അപ്രോച്ച് റോഡും ROBയോട് ചേർന്നുള്ള അപ്രോച്ച് റോഡും പിന്നെ ഈ ഒരു ഭാഗത്തും ഇവിടെ വാളിൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. മണ്ണെടുക്കുന്ന പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഒരു സൈഡിൽ പിന്നെ സോയിൽ നെയിലിങ്ങിൻ്റെ പണികൾ കഴിഞ്ഞതാണ്. ഈ വലതുവശത്തുള്ള ഭാഗത്തൊക്കെ അത് രണ്ടും 2ആയിട്ട് അങ്ങനെ പോകും കേട്ടോ. നിലവിലുള്ള പാലം 2 വരിയാണ്. അപ്പോൾ ആ ഒരു ഏറ്റക്കുറച്ചിൽ അവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പുറത്ത് സൈഡിൽ ആ കുറ്റിപ്പുറം ജംഗ്ഷനോട് ചേർന്നിട്ടുള്ള ഭാഗത്തുണ്ട്. അപ്പോൾ ഇവിടെ ഇങ്ങനെ കയറ്റം നമുക്ക് ഫീൽ ചെയ്യില്ല, എന്നാലും ആ ഒരു രീതിയിൽ ചെറുതായിട്ടൊരു ഏറ്റക്കുറച്ചിൽ ഉണ്ടാകും. അപ്പോൾ ഇവിടെ ഈ ഒരു ഭാഗത്ത് കുറച്ച് രീതിയിൽ മണ്ണിട്ട് നിർത്തിയിട്ട് ആ ഒരു ROBയോട് ചേർന്നിട്ടുള്ള ഭാഗം ഇങ്ങനെ കറക്റ്റാക്കിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും. ഏതായാലും ബോസ്റ്റിംഗ് ROBക്ക് മുകളിൽ വെക്കുന്ന പണി മാത്രമാണ് ഇനി ബാക്കിയുള്ളൂ. ഏതായാലും 2026 തുടക്കത്തിൽ, അതായത് ജനുവരി മാസത്തിൽ ഈ ഒരു പുതിയ ROBയിലൂടെ വാഹനം ഓടിച്ച് പോകാൻ നമുക്ക് കഴിയട്ടെ. പണികൾ പെട്ടെന്ന് ബാക്കിയുള്ള സ്ഥലത്തൊക്കെ പെട്ടെന്ന് പണികൾ തീർന്നിട്ടുണ്ട്. ഇതുണ്ടെങ്കിൽ പുതിയ ROBയും പഴയ ROBയും, അതായത് 2 പാലങ്ങൾ തമ്മിൽ വേരിയേഷൻ ഉണ്ട് കേട്ടോ. അതായത് ഏറ്റക്കുറച്ചിലുണ്ട്. കുറ്റിപ്പുറം പാലങ്ങളുടെ നാട്, ഒരുപാട് പാലങ്ങളുണ്ട് കുറ്റിപ്പുറത്ത്. കുറ്റിപ്പുറം ഭാരതപ്പുഴയ്ക്ക് കുറുകെയുള്ള 6 വരി പാലം, ആദ്യത്തെ 2 വരി പാലം. ഇതാ ഈ ഒരു ഫ്ലൈ ഓവർ എടപ്പാൾ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് ഈസി ആയിട്ട് സർവീസ് റോഡിൽ നിന്ന് ക്രോസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്ലൈ ഓവർ ഉണ്ടാക്കിയിട്ടുള്ളത്. മിനി പമ്പയുടെ ഭാഗം ഏതായാലും ഉഷാറായിരിക്കും കേട്ടോ. നമ്മൾ ഇപ്പോൾ ഏതായാലും കുറ്റിപ്പുറത്താണ്. കുറ്റിപ്പുറത്ത് വന്നപ്പോൾ ഇവിടെ കുറച്ച് സ്വാമിമാരുണ്ട്. സ്വാമി നമസ്തേ. എങ്കേത് വരും സ്വാമി? ഞങ്ങൾ റാണിപ്പേട്ട മാവട്ടം. ராணிப்பேட்டை மாவட்டம் தமிழ்நாடு. அப்ப தமிழே பேசலாம். சாமி நிஜமா சத்தியமான நிஜமான கேள்விதான். முன்னாடி வந்தப்ப ரோடு எப்படி இருந்தது, இப்ப எப்படி இருக்கு? ஒரு 8 வருஷத்துக்கு முன்னாடி வந்து அப்ப ரோடு சிங்கிள் ரோடு மாதிரி இருந்துச்சு. ரொம்ப ரோடெல்லாம் கொஞ்சம் கஷ்டமா போகும். இப்ப 4 ஹவர் போறது வந்து அப்ப 8 ஹவர் போற மாதிரி 10 ஹவர் போற மாதிரி போவோம். இப்ப ரோடு வந்து நல்லா பக்கவா இருக்குது. தமிழ்நாடு பீப்புள் ரொம்ப நல்ல அபிப்பிராயம். கேரளா மாறி இருக்கு. ஆமா, பக்காவா ரோட் எல்லாம் வண்டி பிரச்சனை இல்ல. இந்த பூரா மாறிட்டே இருக்கு. அதோட கேரளாமே கேரளா எல்லாம் ரோடு ஓகே 90% ஓகே. அப்ப சொல்லுங்க, 8 வருஷம் முன்னாடி சொன்னீங்க நீங்க. 8 வருஷம் முன்னாடி வந்து ரோடு வந்து ரொம்ப கண்டமாச்சு, சிங்கிள் ரோடு மாதிரி இருந்துச்சு. இப்போ இங்கிருந்து ஒரு 40 கிலோமீட்டர் போனாங்க 2 ஹவர் ஆகும். இப்போ அதே ஒரு இந்த ரோட்ல வந்து போனாங்க 1 ஹவர்லயே கூட போயிடலாம். அந்த அளவுக்கு ரோடு பக்காவது இறங்கினா என்ஹெச்சில் கண்ணமணி வண்டி வண்டி மாதிரி அறியமா போகுது. வண்டி பிரச்சனை இல்ல. வெளிநாட்டுல இருக்கிற மாதிரி ரோடு அறியமா இருக்குது. இப்போ വെളിനാട്ട് മാറി വെളിനാട്ട് മാറി ഇപ്പോൾ. അപ്പൊ നമ്മളെ അഭിപ്രായം അല്ല, തമിഴ്നാട് സ്വാമിമാരാണ്. സ്വാമിമാര് ശബരിമല ദർശന അയ്യപ്പനെ കാണാൻ വേണ്ടി പോവാണ്. സ്വാമി അയ്യപ്പനെ കാണാൻ വേണ്ടി പോവാണ്. അപ്പൊ അവരൊക്കെ പറഞ്ഞാൽ നല്ല ഹാപ്പിയിലാണ്. കാരണം മുന്നേ കുറെ വർഷം മുമ്പ് വന്നതായിരിക്കും. അപ്പൊ റോഡ് അത്ര മോശമായിരുന്നു. പക്ഷെ ഇപ്പം അടിപൊളിയായിട്ടുണ്ട്. ഏതായാലും ഇനി പോണം. ഇനിയിപ്പോ 2027 ആണാലും ശബരിമല വരേക്കും നല്ല സൂപ്പറാ റോഡായിരിക്കും. ഓക്കെ അപ്പൊ എല്ലാവരും തമിഴ്നാട് தான். ഓക്കെ, എല്ലാം നല്ലപടിയാ മുടിയാട്ടോ. ഓക്കെ ഓക്കെ. എന്ത് ഊര്? ഓക്കെ ഓക്കെ, താങ്ക് യു അണ്ണാ. സ്വാമിമാരെല്ലാം ഹാപ്പി ആട്ടോ. കാരണം
കുറേ കാലം മുമ്പ് വന്നതാണ്. അന്നൊക്കെ റോഡ് പറഞ്ഞാൽ ആ ഒരു ഇടുങ്ങിയ റോഡ് പറഞ്ഞാൽ പല ഭാഗത്തും തലശ്ശേരി മാഹി ഭാഗത്തു കൂടെയൊക്കെ, അതേപോലെ തൃശ്ശൂർ ജില്ലയിലൂടെയൊക്കെ സഞ്ചരിച്ച് ഹൈവേയിലൂടെ കേട്ടോ സഞ്ചരിച്ച ആളുകൾക്ക് അറിയാൻ വേണ്ടി പറ്റും നമ്മുടെ ആദ്യത്തെ 2 വരി ഹൈവേയുടെ വീതി. അതായത് കുറ്റിപ്പുറം മാറി. പിന്നെ നമ്മളെ കയ്യിൽ കുറച്ച് പഴയ ഈ ഒരു ഭാഗത്തെ കുറച്ച് പഴയ വീഡിയോസ് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ഒരു പാലത്തിൻ്റെ ഈ ഒരു ഫ്ലൈ ഓവറിൻ്റെ പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് വിഷ്വൽസ് ഉണ്ടായിരുന്നു. ഞാൻ അന്ന് ഏതോ ഒരു ഫയലിലേക്ക് മാറ്റി വെച്ചതാണ്, അതുകൊണ്ട് ഡിലീറ്റ് ആക്കിയില്ല. ബാക്കിയുള്ള എല്ലാ ഫയലും നമ്മൾ ഡിലീറ്റ് ചെയ്യലാണ്. ഈ ഒരു സ്ഥലമൊക്കെ ഇപ്പോൾ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടോ? ശബരിമല സീസൺ ആകുമ്പോൾ, അല്ലെങ്കിൽ ശബരിമല ആ ഒരു മല സീസൺ ആകുമ്പോൾ ഇവിടെ ഫുള്ള് വണ്ടികളായിരിക്കും. കർണാടക, തമിഴ്നാട്, ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ വരുന്ന ഇഷ്ടം പോലെ സ്വാമിമാർക്ക് റെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ള, അല്ലെങ്കിൽ അവർ റെസ്റ്റ് ചെയ്യുന്നില്ല ഫുഡ് ഉണ്ടാക്കുന്ന മിനി പമ്പ എന്നുള്ള ആ ഒരു ഇതന്നെ ഇവിടുന്ന് മാറി. കാരണം അത്രയും വലിയൊരു സൗകര്യം ഉണ്ടായിരുന്നൊരു സ്ഥലമായിരുന്നു ഈ ഒരു മിനി പമ്പയുടെ ഭാഗം. അപ്പം അത്ര വാഹനങ്ങളൊന്നും നിർത്തിയിടാൻ വേണ്ടി പറ്റൂല. സർവീസ് റോഡിൻ്റെ സൈഡിൽ ഇങ്ങനെ നിർത്തിയിടാം. പക്ഷെ അന്നൊക്കെ ഇവിടെ ഭയങ്കര ഒരു സെറ്റപ്പ് ചെയ്യുന്നു കേട്ടോ. പന്തലും കാര്യങ്ങളൊക്കെ ഇവർക്കുള്ള എല്ലാ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടിരുന്നു. അതൊക്കെ ഒരു കാലല്ലേ, എന്ത് നല്ല ഓർമ്മകളായിരുന്നു അന്നൊക്കെ. ഈ റോഡ് വരുന്നതിന് മുമ്പ് ഈ റോഡ് സൈഡിൽ ഇഷ്ടം പോലെ അലുവക്കടകൾ, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ. ഏതായാലും ഈ ഒരു പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകളുടെ ഡൗട്ടായിരുന്നു ഈ വാഹനങ്ങൾ എങ്ങനെ, 2 വശത്തേക്കുള്ള വാഹനങ്ങൾക്ക് ഈ ഒരു ഫ്ലൈ ഓവറിലൂടെ അപ്പുറത്തേക്ക് കടക്കാനുള്ള സൗകര്യം ഉണ്ടോ. ഇതിപ്പോൾ നിലവിൽ നമ്മുടെ പൊന്നാനി ഭാഗത്തുനിന്ന് വരുന്ന വാഹനങ്ങൾക്ക് എടപ്പാൾ ചങ്ങരകുളം ഭാഗത്തേക്ക് ഈ ഒരു ഹൈവേ ക്രോസ് ചെയ്യാതെ പോകാൻ വേണ്ടിയിട്ട്, പാലത്തിന് മുകളിൽ സർവീസ് റോഡ് ഉണ്ടാവില്ലല്ലോ, അപ്പോൾ സർവീസ് റോഡിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് പോകാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്ലൈ ഓവർ, ബോക്സ് ഗാർഡർ ഫ്ലൈ ഓവർ നിർമ്മിച്ചിട്ടുള്ളത്. മെയിൻ ഹൈവേയിലൂടെ വരുന്ന വാഹനങ്ങൾക്ക് കുറ്റിപ്പുറം ജംഗ്ഷൻ എത്തുന്നതിന് മുമ്പ്, കുറ്റിപ്പുറം ഫ്ലൈ ഓവർ എത്തുന്നതിന് മുമ്പ് ഒരു എക്സിറ്റ് ഉണ്ട്. അവിടെ ഇറങ്ങിയിട്ട് ആ ഒരു അണ്ടർപാസിൻ്റെ അടിയിലൂടെ യു ടേൺ എടുത്തിട്ട് പഴയ നമ്മളെ കുറ്റിപ്പുറം 2 വരി പാലത്തിലൂടെ എങ്ങനെ പോയിട്ട് ചങ്ങരകുളം ഭാഗത്തുകൂടെ എങ്ങനെ എടപ്പാൾ വഴി എങ്ങനെ പോകാം തൃശ്ശൂർ ഭാഗത്തേക്ക്. ഏതായാലും അന്നത്തെ കുറ്റിപ്പുറവും ഇന്നത്തെ കുറ്റിപ്പുറവും സംഭവം നല്ല വ്യത്യാസമുണ്ട് കേട്ടോ. അന്ന് നമുക്ക് ഈ ഒരു ഭാഗത്തു കൂടെ ഒക്കെ പോകും. മിനി പമ്പ എന്ന് പറയുമ്പോൾ ഈ ഒരു ലൊക്കേഷൻ ഇവരൊക്കെ ഫോൺ ചെയ്യുമ്പോൾ ഞങ്ങൾ മിനി പമ്പിൻ്റെ അവിടെ കാത്തു നിന്നോളാം എന്നൊക്കെ പറഞ്ഞിരുന്നു. ഏതായാലും കാലം മാറി, കാലത്തിനനുസരിച്ചുള്ള മാറ്റങ്ങളും വന്നു, റോഡുകളും മാറി. അന്ന് അവർ കേരളത്തിൽ എനിക്ക് തോന്നുന്നു ശബരിമല, ഇപ്പോൾ നമ്മളെ കാസർഗോഡ് ഭാഗത്തു നിന്നൊക്കെ യാത്ര ചെയ്തുകയെന്നുണ്ടെങ്കിൽ ഏകദേശം 12 മണിക്കൂറോളം സമയമെടുക്കും നമുക്ക് ഈ ഒരു ശബരിമല ആ ഒരു ഭാഗത്തേക്കൊക്കെ എത്തിപ്പെടാൻ. പക്ഷേ ഇന്ന് റോഡിൻ്റെ പണി മൊത്തം കഴിഞ്ഞിക്കാന്നുണ്ടെങ്കിൽ ആ ഒരു 12 മണിക്കൂറുള്ളത് വെറും 6 മണിക്കൂർ കൊണ്ട് എത്തിപ്പെടാൻ വേണ്ടി പറ്റും. ഞാൻ പറഞ്ഞതെന്താ വെച്ചാൽ ഈ ഒരു ബസ്സിൻ്റെ വേഗത 80 സ്പീഡൊക്കെ കണക്കാക്കിയിട്ടാട്ടോ പറഞ്ഞത്. ആ ഒരു ഫ്ലൈ ഓവറിന് ആ നീല കളർ കൊടുത്തുകൊണ്ട് മുകളിൽ നിന്ന് കാണാൻ നല്ല അടിപൊളിയാട്ടോ. എന്താല്ലേ, തെങ്ങിൻ തോപ്പും അതിൻ്റെ അടിയിലൂടെ ഇങ്ങനെ ഒരു 6 വരി പാതയും, തല ഉയർത്തിയിട്ടുള്ള 6 വരി പാത. ഇതും ഒരു പഴയ വീഡിയോ ആണ്. ആ ഒരു കോൺക്രീറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ഉടനെ ഉള്ളൊരു വീഡിയോ. ഒരുപാട് ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്ന മണ്ണാണ് കുറ്റിപ്പുറം. ആ കുറ്റിപ്പുറത്തിൻ്റെ മണ്ണിലാണ് റെക്കോർഡ് വേഗത്തിൽ ഒരു 6 വരി മേൽപ്പാലം ഹൈദരാബാദ് ആസ്ഥാനമായിട്ടുള്ള KNR കമ്പനി തീർത്തിരിക്കുന്നത്. പാലത്തിൻ്റെ പണികൾ അതിവേഗത്തിൽ തീരാനുള്ള കാരണം ഈ ഒരു ഭാഗത്ത്, അല്ലെങ്കിൽ ഈ ഒരു ഭാരതപ്പുഴയുടെ ഈ ഒരു ഭാഗത്ത് ഏത് സമയം നല്ല രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ടാവില്ല, വെള്ളം കെട്ടിക്കിടക്കുന്നൊരു സംഭവമല്ല. അപ്പോൾ അതുകൊണ്ട് പൈലിംഗ് പരിപാടികൾ, ഹൈഡ്രോളിക് പൈലിംഗ് മെഷീൻ ഉപയോഗിച്ചിട്ട് പൈലിംഗ് പണികൾ പെട്ടെന്ന് തീർക്കാൻ വേണ്ടി പറ്റും. ഏതായാലും സംഭവം ഉഷാറായിട്ടുണ്ട്. കുറ്റിപ്പുറം 2ാമത്തെ റീച്ചാണ് എനിക്ക് തോന്നുന്നു ഒന്നും കൂടി വേഗത്തിൽ പണി നടന്നിട്ടുള്ളതും. അത്ര റിസ്ക് ഉള്ള പണികളൊന്നും അല്ലല്ലോ. പല സ്ഥലത്തും മണ്ണിട്ട് തീർത്തിട്ടാണ് പാത കടന്നു പോയിട്ടുള്ള അണ്ടർപാസ് ഉള്ളതുകൊണ്ട് ഈ കുറ്റിപ്പുറം കഴിഞ്ഞതിന് ശേഷം പിന്നെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് കട്ട് ചെയ്ത് പണിയെടുക്കേണ്ടതുള്ളൂ. ഏതായാലും ഈ ഒരു ബൗസ്ട്രിങ് ഉള്ളതുകൊണ്ട് കുടുങ്ങിയിട്ടുണ്ട്. ബൗസ്ട്രിങ്ങിൻ്റെ പണി, ആ ഒരു ROBയുടെ പണി കൂടി തീർന്നുകാന്നുണ്ടെങ്കിൽ 2ാമത്തെ റീച്ച് പൂർണ്ണമായിട്ടും ഓപ്പൺ ആയിട്ടോ. ഏതായാലും ഈ ഒരു ജനുവരി ആകുന്നതോട് കൂടിയിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ മാർച്ച് അവസാനത്തോട് കൂടിയിട്ട് വെട്ടിച്ചിറ ടോൾ പ്ലാസ ഓപ്പൺ ആകുന്നതായിരിക്കും. ചിലപ്പോൾ അതിന് മുന്നേ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. കൂരിയാട് പണി കഴിയാൻ വേണ്ടി കാത്തു നിൽക്കേണ്ട ആവശ്യമില്ല. കാരണം പൊന്നാനി, നമ്മളെ കാപ്പരിക്കാട് ഭാഗം മുതൽ വെട്ടിച്ചിറ വരെ നല്ല സുഖമായിട്ട് യാത്ര ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ കക്കാട് മുതലും നമുക്ക് ഈ ഒരു വെട്ടിച്ചിറ ഭാഗം വരെ, അതായത് കോഴിക്കോട് ബൈപ്പാസ് ഒക്കെ കഴിഞ്ഞ് രാമനാട്ടുകര ആ ഒരു 400 മീറ്ററിൽ മാത്രമാണ് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ. പാലത്തിൻ്റെ അടിഭാഗം കേട്ടോ ഉഷാറ്. ആ വാട്ടർ പ്രൂഫിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് സംഭവം സെറ്റായിട്ടുണ്ട്. പിന്നെ സുഹൃത്തുക്കളെ, ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മളെ മലപ്പുറം ജില്ലയിലെ സർവീസ് റോഡ് 1 വേ ആക്കി മാറ്റിയിട്ടുണ്ട് മലപ്പുറം ജില്ലാ കളക്ടർക്ക് നമ്മുടെ ചാനലിൻ്റെ പേരിൽ ഒരു പ്രത്യേക അഭിനന്ദനം അറിയിക്കുന്നു. കളക്ടർക്ക് മാത്രമല്ല, നമ്മുടെ മലപ്പുറം ജില്ലയിലെ എൻഫോഴ്സ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിനും. സംഭവം ഈ ഒരു 2 വേ എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് ആളുകൾ ദുരുപയോഗം ചെയ്യുന്നുണ്ട്. പിന്നെ ആക്സിഡൻറ്റും കൂടാൻ ചാൻസ് ഉണ്ട്. മെർജിങ് പോയിൻ്റെ ഭാഗത്ത് കാര്യമായിട്ട് വീതിയില്ല. അപ്പോൾ നമ്മളെ ജില്ലയിൽ ഏതായാലും 1 വേ ആണ്. ഇങ്ങനെയൊക്കെ സൈഡിൽ കൂടെ ഇങ്ങനെ പോണിനൊന്നും പ്രശ്നം ഉണ്ടാവുമെന്ന് തോന്നുന്നില്ല. എന്താണെന്ന് അറിയില്ല.
ഏതായാലും ആദ്യമായിട്ടാണ് ഈ ഒരു സംഭവം ഇറക്കിയപ്പോൾ ഒരുപാട് ആളുകൾ സോഷ്യൽ മീഡിയയിൽ ലൈക്ക് ഏകദേശം 98% ആൾക്കാർക്കും ഇഷ്ടപ്പെട്ട ഒരു അഭിപ്രായമാണ് കളക്ടറുടെ ആ ഒരു വൺ വേ ആക്കി എന്നുള്ള തീരുമാനം. നമ്മളിപ്പോൾ ഇവിടെ എത്തിയങ്ങളെ വട്ടപ്പാറ വയഡക്റ്റ്. ഞാനൊക്കെ ഒരുപാട് വീഡിയോ ചെയ്തതാണ്. നമുക്ക് ഒരുപാട് സബ്സ്ക്രൈബേഴ്സും അതേപോലെ യൂട്യൂബിൽ നിന്ന് ഡോളറും കാര്യങ്ങളൊക്കെ തന്ന വട്ടപ്പാറ വയഡക്റ്റ്, പച്ച പരവതാനി വിരിച്ച നെൽപ്പാടത്തിന് നടുവിലൂടെ പോകുന്ന വട്ടപ്പാറ വയഡക്റ്റ്. അതൊക്കെയാണ് ഈ പച്ചപ്പ് 6 വരി പാത. സൗത്ത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വയഡക്റ്റ്, 2 കിലോമീറ്ററിനോട് അടുത്ത് നീളമുള്ള ഒരു അടിപൊളി വയഡക്റ്റാണ് വട്ടപ്പാറ വയഡക്റ്റ്. എൻജിനീയറിംഗ് വിസ്മയം സംഭവം. ഏതായാലും ഒരു രക്ഷയിലിട്ട മക്കൾ. അതൊക്കെയാണ് രാവിലെ ഇട്ട്, അതായത് ഏകദേശം 8:15 8:20 എടുത്ത വീഡിയോ ആണ്. അതുകൊണ്ട് ആ ഒരു മുകൾ ഭാഗത്ത് ചെറിയൊരു കോട കാണുന്നുണ്ട്. വൈകുന്നേര സമയത്തെ വീഡിയോ ആണ്. വട്ടപ്പാറൻ്റെ ആ ഒരു ഭംഗി, അത് ആ ഒരു ഓപ്പോസിറ്റ് ഇവിടുന്ന് ഇങ്ങോട്ട് അങ്ങോട്ട് പോകല്ലേ, അവിടുന്ന് ഇങ്ങോട്ട് ഇങ്ങനെ ഫ്ലൈ ചെയ്യണം. അപ്പോഴാണ് ആ ഒരു പച്ചപ്പും ആ ഒരു പിയറിൻ്റെ സൂത്തിങ് സഫയർ, ആ ഒരു നീല കളർ ഇങ്ങനെ ഉദിച്ച് കാണും. ഏതായാലും സുഹൃത്തുക്കളെ, ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. പിന്നെ നമ്മൾ കുറച്ച് ദിവസമായി വീഡിയോ ചെയ്തിട്ട് ഡ്രോണിൻ്റെ സെൻസറിന് ചെറിയൊരു കംപ്ലൈൻറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ നന്നാക്കി. ഇനി അങ്ങോട്ട് വീഡിയോസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഓക്കെ, അപ്പോൾ ഓക്കെ, സെറ്റ്. പിന്നെ സംസ്ഥാനത്തിന് പുറത്തുള്ള വീഡിയോസ് ഉണ്ടാകും, അതും ഇതിൻ്റെ ഭാഗമാണല്ലോ. പിന്നെ നമ്മൾ പറയുമ്പോൾ ആൾക്കാർ അധിക പ്രസംഗി അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയും. സുഹൃത്തുക്കളെ, ശബരിമല സീസണ് വീണ്ടും ഒന്ന് കടന്നു വരികയാണ്. ശബരിമല റെയിൽവേ അല്ലെങ്കിൽ ശബരി റെയിൽ പ്രോജക്റ്റ് എന്തായി? ആർക്കെങ്കിലും എന്തെങ്കിലും അറിയോ? നമ്മൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചില ആൾക്കാർക്ക് തീരെ ഇഷ്ടപ്പെടുന്നില്ല. നമ്മൾ ഇതിനെ കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരെ, എന്തിനാണ് ആവശ്യമില്ലാത്ത വലിയ വർത്തമാനങ്ങളൊക്കെ പറയുന്നതെന്നാണ് തോന്നുന്നത്. സുഹൃത്തുക്കളെ, ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയ്ക്ക് നമുക്ക് ഇന്ത്യയിലുള്ള കാര്യങ്ങളെല്ലാം ചർച്ച ചെയ്യാനുള്ള അവകാശമുണ്ട്. പിന്നെ ചില ആൾക്കാർക്ക് അത് ഇഷ്ടപ്പെടില്ല. ഏതായാലും ശബരിമല റെയിൽവേ ഇന്നും പേപ്പറിലാണ്, ഇതുവരെ റെഡി ആയിട്ടില്ല. അപ്പോൾ ഏതായാലും കാത്തിരുന്ന് കാണാം എന്നാണ് അതൊക്കെ വരാമെന്നുള്ളത്. അപ്പോൾ ഏതായാലും വീഡിയോ ഞാൻ ഇവിടെ വെച്ച് നിർത്തുകയാണ്. ഇഷ്ടപ്പെട്ടുകയെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് പോയിക്കോട്ടോ. അപ്പോൾ ഓക്കെ, താങ്ക് യു.